അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിപ്പിക്കാം. മദ്യപാനം ഹലാലാണെന്ന് പറഞ്ഞാൽ മുർത്തദ്ദാകും. അടുത്തത്, ദാരിദ്ര്യം നീങ്ങും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ. അപ്പോൾ വാഖിയ പാരായണം ചെയ്യുക. മൂന്നാമത്തത്, തീ കൊണ്ട് സൃഷ്ടിച്ചു ജിന്നുകളെ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. അപ്പോൾ അതിന് നേരെ വരച്ചു കൊടുക്കുക. ജിന്നുകളിൽ നിന്നുള്ള ഒരു വിഭാഗം പിശാച്. അടുത്ത ക്വസ്റ്റ്യൻ, പൂരിപ്പിക്കാം. ഇന്ന ശൈത്വാന ഡാഷ് മജ്റദ്ദമി. ഇന്ന ഷെയ്ത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. അടുത്തത്, അഖ്ലിസ് വദാ അൻ. അതൊരു ബൈത്താണ്. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. അടുത്തത്, തഖ്വൽ ഇലാഹി ഡാഷ് ഷെർരി ഹബായില. അതും ബൈത്താണ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅസു ഷെർരി ഹബായില. അടുത്ത ക്വസ്റ്റ്യൻ 3, ഉത്തരം എഴുതാം. പിശാചുകൾ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യും. എന്തിനെല്ലാം? അതിൻ്റെ ആൻസർ, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. അതതിൻ്റെ ആൻസർ. അടുത്തത്, രണ്ടാമത്തത്, റിദ്ദത്ത് എന്നാൽ എന്ത്? റിദ്ദത്ത് എന്നാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട് ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചത്? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ആൻസർ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ഖുറൈമുൽ അസദിയിൽ ഉണ്ടായിരുന്ന നല്ലതല്ലാത്ത 2 ശീലങ്ങൾ ഏതെല്ലാമാണ്? 1, മുടി നീട്ടി വളർത്തുക. 2, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കുക. ഈ 2 ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, തഖ്വ എന്നാൽ എന്ത്? അതിന് ആൻസർ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അടുത്ത ക്വസ്റ്റ്യൻ, ആശയം എഴുതാം, ഇതിൻ്റെ അർത്ഥം എഴുതാം. അതിലൊന്നാമത്തത്, ഇന്ന ഷൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. അതിൻ്റെ അർത്ഥം എഴുതാനുള്ളതാണ്. അതിൻ്റെ അർത്ഥം, നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അടുത്തത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതിൻ്റെ ആശയം, അർത്ഥം, ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതതിൻ്റെ അർത്ഥം. 3, തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്സാലിഹീൻ. അതിൻ്റെ അർത്ഥം, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹുകളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. അടുത്തത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതിൻ്റെ അർത്ഥം, നിശ്ചയം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അടുത്തത്, 2 വീതം എഴുതാം. 2 എഴുതാനുള്ളതാണ്. അതിലൊന്ന്, ജിന്നുകളുടെ വിശേഷണങ്ങൾ. ജിന്നുകളുടെ വിശേഷണങ്ങൾ 2 എഴുതാം. കുറേ വിശേഷണങ്ങളുണ്ട്. 1, തീ കൊണ്ടാണ് ജിന്നുകളെ സൃഷ്ടിച്ചത്. ജിന്നുകൾക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. ജിന്നുകൾ ഭക്ഷണം കഴിക്കും. എത്ര പ്രയാസമുള്ള ജോലികളും പെട്ടെന്ന് അവർക്ക് ചെയ്തു തീർക്കാൻ കഴിയും. അവർ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ വിവാഹം ചെയ്യാറുണ്ട്. അങ്ങനെ തുടങ്ങി ഏതെങ്കിലും 2 എഴുതാം.
രണ്ടാമത്തെ രിദ്ദത്തിൻ്റെ ഉദാഹരണങ്ങൾ, മുർത്തദ്ദാവുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, അതും കുറേ ഉണ്ട്. അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർദ് നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുക, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. അടുത്തത് വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വസ്ത്രം ഔറത്ത് മറയുന്നതാവണം, വൃത്തിയുള്ളതാവണം, ദുർമാർഗികളെ അനുകരിക്കരുത്, സ്ത്രീ തലമുടി കളയരുത്, അങ്ങനെ തുടങ്ങി കുറേ ഉണ്ട്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. അടുത്തത് തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കും, പ്രയാസങ്ങൾ നീങ്ങും, പാപമോചനം നേടും, നരകമോചനം നേടൽ, അങ്ങനെ തുടങ്ങി കുറേ ഉണ്ട്. അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതാം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.